ശംസികായിക്ക് സ്വീകരിക്കട്ടെ. അവനിൽ വെളിച്ചമുണ്ടായിരുന്നു, ആ വെളിച്ചത്തെ കീഴ്പ്പെടുത്താൻ അന്ധകാരത്തിന് കഴിഞ്ഞില്ല. യോഹന്നാൻ്റെ സുവിശേഷം 1:5. അത് ദൈവിക സാന്നിധ്യമായ യേശുവിലുള്ള ആ വെളിച്ചത്തെ കീഴ്പ്പെടുത്താൻ ഒരു തിന്മയ്ക്കോ അന്ധകാര നാരികപൈശിക ശക്തികൾക്കോ ദുഷ്ടദുരാത്മാക്കൾക്കോ ഏതെങ്കിലും വിധ നെഗറ്റീവായ ചിന്തകൾക്കോ പ്രവർത്തനങ്ങൾക്കോ ഈ ദൈവിക ജീവൻ ഒരു ദൈവപൈതലുണ്ടെങ്കിൽ അതിനെ കെടുത്താൻ കഴിയുകയില്ല. കാരണം വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവനിൽ വെളിച്ചമുണ്ടായിരുന്ന ആ വെളിച്ചത്തെ കീഴ്പ്പെടുത്താൻ ഇരുളിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് യേശുക്രിസ്തു ശരിക്കും ഒരു വ്യക്തിയുടെ ഉള്ളിൽ രൂപപ്പെട്ടെങ്കിൽ യേശുക്രിസ്തു നമ്മളെ വഴി നടത്തുന്ന ഒരു അനുഭവം ഉണ്ടാകും, കരം പിടിച്ച് നടത്തുന്ന ആ അനുഭവം ഉണ്ടാകും. അത് യെശയ്യാ 41:13 പറയുന്നത് അവിടുത്തെ വിജയകരമായ വലതുകരം എപ്പോഴും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു അനുഭവം ഉണ്ടാകും. കരം പിടിച്ച് നടത്തുന്ന, വിജയിപ്പിക്കുന്ന, ലക്ഷ്യത്തെത്തിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയാണത്. അതുകൊണ്ട് യേശുക്രിസ്തു എത്രമാത്രം എന്നിൽ ഉജ്ജ്വലിച്ചിട്ടുണ്ട്, എത്രമാത്രം എന്നിൽ രൂപപ്പെട്ടിട്ടുണ്ട്, എത്രമാത്രം വളരുന്നുണ്ട്, എത്രമാത്രം ഫലം പുറപ്പെടുവിക്കുന്നുണ്ട് എന്നതിൻ്റെ തോതനുസരിച്ചാണ് ഈ വചനം നമ്മൾ മാംസീകരിക്കുന്നത്. അതുകൊണ്ട് യേശുവിനെ സ്വീകരിച്ച, കൂദാശകൾ സ്വീകരിച്ച, വചനം സ്വീകരിച്ച ഒരു ദൈവപൈതൽ യേശു എന്നിൽ വളരുന്നുണ്ടോ, അവൻ്റെ വെളിച്ചം വളരുന്നുണ്ടോ, അവൻ്റെ പ്രകാശത്തിൽ ഞാൻ സഞ്ചരിക്കുന്നുണ്ടോ എന്നുകൂടെ ഈ വചനം വെച്ച് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ഈ വചനം നമ്മളിൽ യോഹന്നാന്റെ സുവിശേഷം 1-5 നമ്മളിൽ മാംസീകരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.